നമസ്കാരം, ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് അവരുടെ ഒഫീഷ്യൽ കോച്ചിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹെഡ് കോച്ചിനെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി അസിസ്റ്റൻറ്റ് കോച്ച് വേണം. അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പല വിദേശ താരങ്ങളും ടീം വിട്ടുപോകുന്നു. അതേപോലെ തന്നെ പല ഇന്ത്യൻ താരങ്ങളും ടീം വിട്ടുപോകുന്നു. ഇതിനെല്ലാം പകരക്കാരനായി കേരള ബ്ലാസ്റ്റേഴ്സും അതേപോലെ സ്പോർട്ടിംഗ് മാനേജ്മെൻറ്റ് ഡയറക്ടറായ കാരോളിസും എല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരത്തിനെയും അതേപോലെ തന്നെ ഇന്ത്യൻ താരങ്ങളെയും വൈകാതെ തന്നെ വമ്പൻ സൈനിങ് നടത്തുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ആരാധകർക്ക് സന്തോഷ വാർത്ത കേൾക്കുന്ന ന്യൂസാണ് വരാൻ പോകുന്നത്. ഉടനെ തന്നെ ട്രാൻസ്ഫർ ജാലകം തുറക്കുകയാണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ തുടങ്ങിയാൽ പല താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനും പോകാനും സാധ്യത കൂടുതൽ കാണുന്നു. അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം നടക്കുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പത്തെ വർഷത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നു. അതും വിദേശത്തായിരുന്നു പ്രീ സീസൺ മത്സരങ്ങളെല്ലാം കളിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇപ്രാവശ്യം കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ മത്സരം കളിക്കുമെന്നും വൈകാതെ തന്നെ കോച്ച് ജൂലൈയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുമെന്നും അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ തവണയും ദുബായിൽ വെച്ച് മത്സരങ്ങൾ നടത്തുമെന്നുമാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വൈകാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ചിൻ്റെ കീഴിൽ വമ്പൻ താരങ്ങളെ അണിനിരത്തി കളികൾ കാണാൻ സാധിക്കുന്നതായിരിക്കും.